പല്ല് ഉറപ്പായി വയ്ക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പല്ല് ഉറപ്പായിട്ട് വയ്ക്കുന്നത് ഏറ്റവും കുറഞ്ഞത് എവിടെയാണെന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഒരിക്കലും വെക്കരുത്. കാരണം നിങ്ങളുടെ വായിൽ ഒരു 10 കൊല്ലം ഇരിക്കേണ്ട സാധനമാണ്. അത് ഏറ്റവും കുറഞ്ഞ സാധനമാകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന അതിനകത്തുണ്ടാകുന്ന മെറ്റീരിയൽ ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ പറ്റുമ്പോൾ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുറഞ്ഞ ലാബുകൾ ഉപയോഗിക്കുന്നത് മെറ്റൽ ഉപയോഗിക്കുന്നത് അത് മറ്റ് ലാബുകൾ ഉപയോഗിച്ചതിന് ശേഷം 2-3 പ്രാവശ്യം ഹീറ്റ് ചെയ്ത സാധനം അതിൻ്റെ വേസ്റ്റ് കളയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന ലാബുകൾ വളരെയധികം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലവ് വളരെ കുറവായിരിക്കും. പക്ഷേ പല്ല് വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വായിലിരിക്കുന്ന സാധനത്തിൽ നിന്ന് മെറ്റൽ പുറത്തേക്ക് വരികയും അങ്ങനെ നിങ്ങൾക്ക് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല മെറ്റൽ ഉപയോഗിക്കുന്ന നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുന്ന നല്ല ലാബുകളിൽ നിന്ന് തന്നെ പല്ല് വയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഈ റീയൂസ്ഡ് ആയിട്ടുള്ള സാധനത്തിനകത്ത് ഇത് റീയൂസ് ചെയ്യുമ്പോൾ അതിനെ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ ഉള്ള സാധനങ്ങൾ അഥവാ അതിൻ്റെ അകത്തെ പൊടികളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ആ പൊടികളെല്ലാം നിങ്ങളുടെ മെറ്റലിനകത്തേക്ക് കയറാനും ആ മെറ്റലിനകത്തേക്ക് കയറുന്ന പൊടികളൊക്കെ വീണ്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിക്കൽ മുതലായ സാധനങ്ങൾ അല്ലെങ്കിൽ മോളിബ്ഡിനം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നിങ്ങളുടെ വായിൽ സ്ഥിരമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. ഈ സെറാമിക് തന്നെ ചൈനീസ് സെറാമിക് അങ്ങനെ പല ക്വാളിറ്റിയിലുള്ള സെറാമിക് വരുന്നുണ്ട്. ഈ സെറാമിക്കിൻ്റെ ക്വാളിറ്റി നല്ല കമ്പനികളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ CE സർട്ടിഫൈഡ് ആയിട്ടുള്ള സെറാമിക് തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാകുന്ന പല സാധനങ്ങളും ഈ സെറാമിക്കിൽ നിന്നും ലഭിക്കാൻ സാധിക്കും. കാരണം ഇത് ചെറുതായിട്ട് നമ്മൾ ചവയ്ക്കുമ്പോഴൊക്കെ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് പോകും. നമ്മുടെ പല്ലാണെങ്കിലും കുറേശ്ശെ തേയ്മാനം വരുന്നത്. അതുപോലെ തന്നെ ഇതിനെല്ലാം തേയ്മാനം വരുന്നതുകൊണ്ട് ഈ തേയ്മാനം വരുന്ന സാധനങ്ങളൊക്കെ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല സർട്ടിഫിക്കേഷനുള്ള നല്ല സെറാമിക് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഇത് എത്ര രൂപയാണെന്ന് വിളിച്ച് ചോദിച്ച് പലപ്പോഴും പല്ല് വയ്ക്കുമ്പോൾ ഡോക്ടർമാർ പലപ്പോഴും ഏറ്റവും കുറഞ്ഞ സാധനം കൊണ്ട് പല്ല് ചെയ്യാൻ നിർബന്ധിതരാവുകയും അങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കുന്നവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും വളരെയധികം സാധ്യത. പിന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഇതുകൊണ്ട് മറ്റ് പല്ലുകൾ നശിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു 10 കൊല്ലത്തേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വീട് വയ്ക്കുമ്പോൾ നമ്മളൊരു 50 കൊല്ലത്തേക്ക് വേണ്ടിയാണ് നമ്മൾ വീട് വയ്ക്കുക, അല്ലെങ്കിൽ 100 കൊല്ലം നിൽക്കാൻ വേണ്ടിയാണ് വീട് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല സിമെൻറ്റ് വേണം, നല്ല കമ്പി വേണം, നന്നായിട്ട് ചെയ്യുന്ന കോൺട്രാക്ടർ വേണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ പല്ല് വയ്ക്കുമ്പോഴും 10 കൊല്ലം 20 കൊല്ലം ഇരിക്കാനുള്ളതാണ്. അല്ലാതെ ഒരു ഷർട്ട് മേടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സാരി മേടിക്കുന്നത് പോലെ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം അത് കീറിപ്പോയാൽ വേറെ ഒരെണ്ണം മേടിച്ചിട്ടാൽ മതി. പക്ഷേ മറ്റതങ്ങനെയല്ല, ഒരു ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോകണം, വീണ്ടും ഇത്രയും തന്നെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാണ് ഇത് ഊരിയെടുക്കാൻ പോലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കുന്നത് അതുപോലെ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പല്ലുകൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ഊരിയെടുത്ത് മാറ്റാൻ പറ്റില്ല എന്നല്ല, പക്ഷേ മാറ്റുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള ചിലവ് ഇതെല്ലാം ഓർത്തിട്ട് വേണം നമ്മൾ ഏറ്റവും കുറഞ്ഞ പല്ലുകളൊക്കെ വയ്ക്കാൻ. അതുകൊണ്ട് നല്ല പല്ല് ഡോക്ടറെ കാണിച്ച് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല പല്ലിൻ്റെ ചികിത്സകൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും പല്ലുകൾ നശിച്ചു പോകാനും അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളറിയാതെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല പല്ലുകൾ തന്നെ ഉണ്ടാകുവാൻ നല്ല പല്ല് ഡോക്ടറെ കാണിക്കുക, നല്ല ചികിത്സ അവരുടെ ക്ലിനിക്കിലത്തെ ഏറ്റവും നല്ല സാധനങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ സാമ്പത്തികം കൂടെ നോക്കി ഏറ്റവും നല്ല ചികിത്സ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും